നിങ്ങൾക്കറിയാം, കാനഡയുടെ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ രാജിവെച്ചു. ഒരു പൊളിറ്റിക്കൽ ടർമോയിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. അതായത് അടുത്തൊരു പ്രധാനമന്ത്രിയുടെ പേരുകൾ പലതും പറയുന്നുണ്ട്. കെയർ ടേക്കറായിട്ട് ജസ്റ്റിൻ ട്രൂഡോ തുടരും. അതായത് ഏറ്റവും അൺപോപ്പുലറായുള്ള നേതാവായി ജസ്റ്റിൻ ട്രൂഡോ മാറി. അപ്പം ഒരു കാര്യം മനസ്സിലാക്കുക, കാനഡയുടെ എക്കോണമി ഡീപ്പായിട്ടുള്ള ക്രൈസിസിലാണ്. അതിന് പല കാരണങ്ങളുണ്ട്. അപ്പോൾ ഒരു കാരണം ഒന്ന്, പാൻഡമിക്കിന് ശേഷം അവർക്ക് ഇൻഫ്ലേഷൻ കൂടി, അവിടെ സാധാരണക്കാരന് ജീവിക്കാൻ പറ്റുന്നില്ല. പ്രത്യേകിച്ച് ട്രംപ് ഏകദേശം 12-13 ദിവസം കഴിയുമ്പോൾ അധികാരത്തിലേറുകയാണ് അമേരിക്കൻ പ്രസിഡൻ്റായിട്ട്. അദ്ദേഹം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ് 25% കാനഡയുടെ മുകളിൽ അവിടെ വരുന്ന സാധനങ്ങൾക്ക് ടാരിഫ് ഏർപ്പെടുത്തും. ഇതോടുകൂടി കാനഡ എക്കോണമി കുറച്ചും കൂടെ ഡീപ്പിലായിട്ട് ക്രൈസിസിലോട്ട് പോകും. ഈ ഒരു സന്ദർഭത്തിലാണ് കാനഡയിലാണെങ്കിലും അവിടെയുള്ള ഒപ്പീനിയൻ മേക്കേഴ്സ് ആണെങ്കിലും എക്കണോമിക് എക്സ്പേർട്ട് ആണെങ്കിലും സോഷ്യൽ എക്സ്പേർട്ട് ആണെങ്കിലും പലരും പറയുന്നൊരു സംഭവമുണ്ട്. എന്തുകൊണ്ട് കാനഡയ്ക്ക് യൂറോപ്യൻ യൂണിയനുമായിട്ട് ലയിച്ച് ഒന്നിച്ചു പോയിക്കൂടാ? ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. കാരണം അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ 51ാമത്തെ സ്റ്റേറ്റ് ആയിട്ടാണ് കാനഡയെ കണ്ടിരുന്നത്. പക്ഷേ ഇപ്പോഴാ സ്ഥിതിയല്ല ഉണ്ടാകാൻ പോകുന്നത്. കാരണം അമേരിക്കൻ എക്കോണമിയായിട്ടും അതേപോലെ ട്രംപിൻ്റെയും അവരുടെ റിപ്പബ്ലിക്കൻ പാർട്ടി ഉദ്ദേശിക്കുന്നത് അമേരിക്ക ബാക്ക് ചെയ്യും, അത് അമേരിക്ക സ്ട്രോങ് ചെയ്യും. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ടാരിഫും ടാക്സുകളൊക്കെ ഏർപ്പെടുത്താൻ പോകുന്നത്. അതായത് വരാനുള്ള ദിവസങ്ങളിലും വരാനുള്ള വർഷങ്ങളിലും കാനഡയുടെ എക്കോണമി ആണെങ്കിലും അവിടെ ലൈഫ് സ്റ്റൈലാണെങ്കിലും മുന്നോട്ടുള്ള പോക്ക് വളരെ അവതാളത്തിലാകും. ഈ സന്ദർഭത്തിലാണ് എക്കണോമിസ്റ്റ് എന്ന് പറയുന്ന ഗ്ലോബലി ഏറ്റവും റിനൗൺഡ് ആയിട്ടുള്ള മാഗസിൻ ഒരു മനോഹരമായൊരു ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട്. അത് നിങ്ങളും പറ്റുവാണെങ്കിൽ വായിക്കണം. കാരണം ഇപ്പം ഞാനൊരു ലിങ്ക് ഇട്ടാലും നിങ്ങൾക്കത് വായിക്കാൻ പറ്റത്തില്ല. കാരണം ഇത് സബ്സ്ക്രൈബ് ചെയ്ത് പേയ്മെൻറ്റ് കൊടുത്താൽ മാത്രമേ ഇത് വായിക്കാൻ പറ്റൂ. കാരണം അത്രമാത്രം റെപ്യൂട്ടഡ് ആയിട്ടുള്ള മാഗസിനാണിത്. അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഏതായാലും ട്രംപ് വരുന്നു, അവർ ഈ കാനഡ ഈ ക്രൈസിസിലാണ്. ഇപ്പം കാനഡയുടെ ഏറ്റവും വലിയ സംഭവം എന്തുവാ? വലിയ രാജ്യമാണ്, ജനങ്ങളില്ല. അതിൻ്റെ പേരിലാണ് ഈ കാനഡ അവിടെ ജോലി ചെയ്യാനും അവരുടെ എക്കോണമിയെ മുന്നോട്ട് കൊണ്ടുപോകാനും മാൻ പവർ വേണം. അതിനുവേണ്ടിയാണ് ഈ പറയുന്ന അറേബ്യൻ രാജ്യങ്ങളിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നും ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാരെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. ഇതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ആളുകളില്ല പലതും ജോലി ചെയ്യാനും. കാരണം വലിയ രാജ്യമാണ് ഇത് സംഭവം. പക്ഷെ നേരെ മറിച്ച് യൂറോപ്പ് നോക്ക്, ചെറിയ ചെറിയ രാജ്യങ്ങളാണ്, അവിടെ ജനസംഖ്യ കൂടുതലാണ്. അവിടെ ഈ പറയുന്ന പോലെ ഇവർക്ക് അതിന് പറ്റിയ സ്പേസും ഇല്ല. ഇപ്പം ഈസ്റ്റേൺ യൂറോപ്പ് എടുക്കൽ, അല്ലെങ്കിൽ മറ്റുള്ള ഷെങ്കൻ രാജ്യങ്ങളെടുക്കൽ. അപ്പം അടുത്ത ചോദ്യം, എന്തുകൊണ്ട് ഇപ്പം യൂറോപ്പിൻ്റെ 28 രാജ്യങ്ങളാണ്, എന്തുകൊണ്ട് കാനഡയ്ക്ക് 29ാമത്തെ രാജ്യമായി കൂടാ അവരുടെ കൂട്ടത്തിൽ? ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. ഇത് കാനഡയിൽ വലിയ ഹോട്ട് ഡിബേറ്റ് തുടക്കമിട്ടിരിക്കുകയാണ്. ഒന്നാമത് കാനഡയുടെ എക്കോണമി ഞാൻ പറഞ്ഞു, ഇൻഫ്ലേഷൻ ഹൈ ആണ്. സാധാരണക്കാരന് ഇവിടെ വീട് മേടിക്കാൻ പറ്റുന്നില്ല. വലിയ രീതിയിലാണ് ഇത് കൂടിയേക്കുന്നത്. അതായത് ഈ വരാൻ പോകുന്ന ഏത് ഗവൺമെൻറ് വന്നാലും മുന്നോട്ട് പോകുന്ന കാര്യം വലിയ ക്രൈസിസിലാണ്. ഇത് ഞാൻ ഈ അഡ്വാൻസ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴ് കുറച്ചുകൂടെ കാര്യങ്ങൾ വളരെ വിസിബിളായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിലാണ് ഇങ്ങനൊരു പ്രപ്പോസൽ എക്കണോമിസ്റ്റ് വീക്കിലി പറയുന്നത് മറ്റുള്ള ആൾക്കാരും പറയും എന്തുകൊണ്ടായിക്കൂടാ? കാരണം രണ്ട് യൂറോപ്യൻ യൂണിയനും യൂറോപ്യൻ രാജ്യങ്ങളും ഈ പറയുന്ന കാനഡയെ ഒരുമിച്ച് പോകാൻ രണ്ട് രാജ്യത്തിനും ആവശ്യമുണ്ട്. കാരണം ഈ സ്പേസ് ഇല്ലാത്ത യൂറോപ്പ്, അവിടെയുള്ള ആൾക്ക് കാനഡയിൽ വരാം, അവിടെ ജോലി ചെയ്യാം, അവിടെ സെറ്റിൽ ചെയ്യാം. കാരണം കാനഡയിലാണെങ്കിൽ ഇപ്പോൾ യൂറോപ്യൻ രാജ്യത്തിൻ്റെ പ്രശ്നം എന്തുവാ? അവരുടെ ഏറ്റവും വലിയ പ്രശ്നം എനർജി. അതായത് ഗ്യാസിൻ്റെ അതില്ല. അതേപോലെ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാൻ, ഇലക്ട്രിസിറ്റി, പവർ, എനർജി അതവർക്ക് ഭയങ്കര ഷോർട്ടേജാണ്. എന്തുകൊണ്ട്? ഇത് ഏറ്റവും കൂടുതൽ സർപ്ലസ് ഉള്ള രാജ്യമാണ് കാനഡ. അവിടെ ഹൈഡ്രോ ഇലക്ട്രിക് ആണ് ഏറ്റവും കൂടുതൽ, വലിയ ചിലവില്ലാതാണ് ഉണ്ടാവുന്നത്. അതേപോലെ തന്നെ അവരുടെ ക്രൂഡ് ഗ്യാസ് റിസർവ് എന്ന് പറയുന്നത് ഹൈ ആണ്. എന്തുകൊണ്ട് ഈ രാജ്യം, ഈ പറയുന്ന കാനഡയും യൂറോപ്പും കൂടി ഒരുമിച്ച് പോവുകയാണെങ്കിൽ ഈ സംഭവം മാറി കാനഡയുടെ എക്കോണമി പൂർണ്ണമായിട്ട് തിരിച്ചു വരാൻ സാധ്യതയുണ്ട്, റിജുവിനേറ്റ് ചെയ്ത്. കാരണം ന്യൂ ഫേസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചോദ്യത്തിന്, ഈ സംഭവത്തിന് നല്ല പ്രസക്തിയുണ്ട്. ചിലപ്പോൾ ഇത് ഫ്യൂച്ചറിൽ വലിയ താമസമില്ല ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം
ഒരാളുടെ നീഡ് മറ്റേ ആൾക്ക് സർപ്ലസ്. കാരണം കാനഡയിൽ മാൻ പവർ വേണം, അവർക്കത് യൂറോപ്പിൽ നിന്ന് എടുക്കാം. കാരണം യൂറോപ്യൻ രാജ്യങ്ങൾക്ക് സ്ഥലമില്ല, സ്പേസ് ഇല്ല, അത് കാനഡയിലോട്ട് അവർക്ക് ഷിഫ്റ്റ് ചെയ്യാം. അതേപോലെ കാനഡയിൽ ഉണ്ടാവുന്ന നാച്ചുറൽ റിസോഴ്സ്, മിനറൽ, അതേപോലെ ഞാൻ ഈ പറയുന്ന ക്രൂഡ് ആണെങ്കിലും ഗ്യാസ് ആണെങ്കിലും മറ്റുള്ള പലതും ഉണ്ട്. ഇതൊന്നും യൂറോപ്പിലില്ല. അവർക്ക് വലിയ ഷോർട്ടേജ് ഉണ്ട്. അതാണ് അവർ റഷ്യയും മറ്റുള്ള രാജ്യങ്ങളെ, മിഡിൽ ഈസ്റ്റിനെയൊക്കെ ഭയങ്കരമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇത് കാനഡയുമായിട്ടൊക്കെ തീർന്നു കഴിഞ്ഞാൽ, ഈ പറയുന്ന ഇതിൻ്റെ ട്രാൻസ്പോർട്ടേഷനും പൈപ്പ് ലൈനും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇത് സിമ്പിളായിട്ട് ഇത് ചെയ്യാവുന്ന കാര്യമാണെന്നാണ് പറയുന്നത്. എന്തുകൊണ്ട് ഈ രാജ്യങ്ങൾക്ക്, കാനഡയ്ക്കും യൂറോപ്യൻ യൂണിയൻ്റെ കയറിയിട്ട് പോവുകയാണെങ്കിൽ അവർക്ക് ഈ ഫർദറായിട്ട് അവരുടെ ഉണ്ടാകുന്ന ഏറ്റവും വലിയ സംഭവം, ഇമ്മിഗ്രേഷൻ വന്നിരിക്കുന്ന ഈ അറബ്സും അതേപോലെ ആഫ്രിക്കയിൽ നിന്ന് വന്നിരിക്കുന്ന ഇസ്ലാമിക രാജ്യം, അവർക്കവിടെ ഭയങ്കര അവരുടെ ലൈഫ് സ്റ്റൈൽ കംപ്ലീറ്റ് ഒക്കെ മറിച്ചു. അതുകൊണ്ട് കനേഡിയൻ കൾച്ചർ, യൂറോപ്യൻ കൾച്ചർ നശിപ്പിക്കുന്ന രീതിയിലാണ് ഈ ഇമ്മിഗ്രൻസ് അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ യൂറോപ്പിലുള്ള ആൾക്കാർ, ഈ കാനഡ എന്ന് പറയുന്നത് ബേസിക്കലി യൂറോപ്പിലുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർ തന്നെ ഇവിടെ വരികയാണെങ്കിൽ ഈ സംഭവത്തിന് യാതൊരു പ്രശ്നവും ഉണ്ടാവത്തില്ല. ഇത് വലിയ 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 ഡിബേറ്റായി മാറിയേക്കുകയാണ്. അതായത് ഈ അമേരിക്കയുടെ 51ാമത്തെ സ്റ്റേറ്റ് എന്നൊക്കെ പറയുമ്പോഴും ഈ പൂർണ്ണമായിട്ട് അമേരിക്കയെ ഡിപ്പെൻഡ് കഴിയേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഈ പറയുന്ന നാച്ചുറൽ റിസോഴ്സൊക്കെ അമേരിക്കയിലും ഉണ്ട്. അവർ ഈ പറയുന്ന കാനഡയുമായിട്ട് ഇലക്ട്രിസിറ്റിയൊക്കെ മേടിക്കുന്ന ഒരു റെസ്പെക്റ്റിൻ്റെയും ഇതിൻ്റെ ഒക്കെ പേരിലാണ്. കാരണം ന്യൂയോർക്ക്, അപ്സ്റ്റേറ്റ് ന്യൂയോർക്കിലൊക്കെ ഇത് ആവശ്യമുണ്ട്. പക്ഷേ ഇതൊക്കെ ജനറേറ്റ് ചെയ്യാൻ അമേരിക്കയ്ക്ക് സാധിക്കും. പക്ഷേ ഇവിടെ ഷോർട്ടേജ് എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ രാജ്യങ്ങൾക്കാണ്. അപ്പോൾ അവരുമായിട്ട് ക്ലബ് ചെയ്ത് നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ കാനഡയുടെ എക്കോണമി ഭയങ്കരമായിട്ട് ബൂം ചെയ്യും. അതേപോലെ യൂറോപ്പിൻ്റെ പ്രശ്നം, ഷോർട്ടേജ് മുഴുവനും മാറും. കാനഡയ്ക്ക് കിട്ടേണ്ട മാൻ പവർ, അതേപോലെ കനേഡിയൻ കൾച്ചറുമായിട്ട് കാരണം യൂറോപ്യൻസാണ്, അവരുമായിട്ട് ഒന്നിച്ചു പോകും. ഇവർക്ക് ഈ പ്രശ്നമില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചെറിയ കഥയും പറയുന്നുണ്ട്, എങ്ങനെയാണ് കാനഡയും യൂറോപ്പും തമ്മിലുള്ള ബന്ധം. നിങ്ങൾ കേട്ട് കാണും വിസ്കി വാർ എന്ന് പറയുന്നത്. അതായത് ഒരു ഡെൻമാർക്കിൻ്റെയും കാനഡയും അവകാശം ഉന്നയിക്കുന്ന ഒരു ചെറിയ ദ്വീപുണ്ട്, 1.5 കിലോമീറ്ററുള്ള ഈ ദ്വീപ്. അപ്പം ഡെൻമാർക്ക് പറയും അവരുടെയാണ്, കാനഡ പറയും അവരുടെയാണ്. അപ്പം ഡെൻമാർക്കുകാർ അവിടെ കൊണ്ട് ഡെൻമാർക്കിൻ്റെ കൊടി കുത്തും സൈനികർ. എന്നിട്ട് അവിടെ നിന്ന് അവരുടെ ഏറ്റവും വീര്യം കൂടിയ മദ്യത്തിന് കുടിച്ചിട്ട് അതിൻ്റെ ബോട്ടിൽ വിട്ടിട്ടൊക്കെ പോകും. കാനഡക്കാർ കുറച്ച് കഴിയുമ്പോൾ അവരുടെ പട്ടാളക്കാർ വന്നിട്ട് അവരെന്ത് ചെയ്യും, ആ കൊടി മാറ്റിയിട്ട് കനേഡിയൻ പതാക വെച്ചിട്ട്, എന്നിട്ട് കാനഡയുടെ കൂടിയ വിസ്കി കഴിച്ചിട്ട് ആ ബോട്ടിൽ അവിടെ ഇട്ടു പോകും. അങ്ങനെ രണ്ടുപേരുടെ കൂടെ ബോട്ടിലങ്ങ് കൂടി. വിസ്കി കഴിപ്പ് മാത്രമേ അവിടെ വെച്ച് ഉണ്ടായിട്ടുള്ളൂ. അത് അവരൊന്നും ഈ പ്രശ്നമില്ല, യൂറോപ്പാണെങ്കിലും കാനഡയായിട്ടും. അതിനൊരു ഫണ്ണി ആയിട്ട് വിസ്കി വാർ, ഫ്ലാഗ് വാർ എന്നൊക്കെ പറയുന്നത്. അപ്പം അതാണ് ഞാൻ ഈ പറയുന്നത്. ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങളും കാനഡയുമായിട്ട് ഒരുമിച്ച് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ രണ്ട് കൂട്ടർക്കും അതിൻ്റെ പ്രയോജനം ഉണ്ടാകും. കാരണം ഈ പറയുന്ന പോലെയുള്ള പ്രശ്നങ്ങൾ അവർ ഉണ്ടാവത്തില്ല. കാരണം കാനഡയുടെ ഈ ഇത്ര ഡിപ്പെൻഡൻസി എന്ന് പറയുന്ന അമേരിക്ക അതങ്ങ് മാറുകയും ചെയ്യും. അവരുടെ വലിയൊരു മാർക്കറ്റായിട്ട് യൂറോപ്പ് ഉണ്ടാകുകയും ചെയ്യും. കാരണം യൂറോപ്പിന് ആവശ്യമുള്ള എല്ലാം കാനഡയ്ക്കുണ്ട്. അവർക്ക് സർപ്ലസ് അത് മുഴുവനും. എനർജി, അതായത് ഇലക്ട്രിസിറ്റി ആണെങ്കിൽ, ഹൈഡ്രോ ഇലക്ട്രിക് ആണെങ്കിൽ വളരെ ചീപ്പാണ്. ഈ പറയുന്ന ഗ്യാസ് ആണെങ്കിലും, അതേപോലെ തന്നെ മിനറൽസ് ആണെങ്കിലും, നാച്ചുറൽ റിസോഴ്സ് ആണെങ്കിൽ കാനഡയിൽ ഇഷ്ടം പോലുണ്ട്. ഇത് ക്ലബ്ബ് ചെയ്ത് പോകുന്നതാണ് ഏറ്റവും നല്ലത് എന്നാണ് ഈ എക്കണോമിസ്റ്റ് വീക്കിലി കാനഡയിലുള്ളവർ യൂറോപ്പിലുള്ളവരും ഒരു ഏകദേശ ധാരണ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് കാത്തിരുന്നാണ് ഇത് ഉണ്ടാവുകയാണെങ്കിൽ എത്രയും വേഗം ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്.